കൊച്ചുകുട്ടികളെ പോലും പങ്കെടുപ്പിച്ചുകൊണ്ട് മാറാട് അരേ സമാജം ഓഫീസിന് മുമ്പിൽ നടക്കുന്ന ഈ RSS ശാഖ മാറാട്ടെ പുതിയ കാഴ്ചകളിലൊന്നാണ്. കടപ്പുറത്ത് ജാതിയും മതവും അറിയാതെ തിരതല്ലി നടക്കേണ്ട ഇവരുടെ ബാല്യം ഇപ്പോൾ കൂടുതൽ ഉത്തരവാദപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. വർഗീയതയുടെ നിഴൽ വീണ ഈ കുട്ടികളുടെ കണ്ണുകളിൽ ബാല്യത്തിന്റെ നിഷ്കളങ്കത മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പരസ്പരം വേറിട്ട് തന്നെയാണ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയൽക്കാരായ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ളതോ അവരെ കീഴ്പ്പെടുത്തി അവരുടെ സ്ഥലം കീഴ്പ്പെടുത്താനുള്ള ആയിട്ടുള്ളതല്ല. ഞങ്ങളായിട്ട് ഒരു പരിപാടിക്കും പോക്കില്ല, പിന്നെ അവരായിട്ട് ഇനി വന്നാൽ വിടില്ല. കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പോകുന്നത് മതപഠനത്തിനും ശാഖകളിലേക്കുമാണ്. മാറാട് കേസിലെ 150 പ്രതികളിൽ 5 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെന്നതും ശ്രദ്ധേയമാണ്. വർഗീയ അന്ധതയിൽ മാറാട്ടുകാർക്ക് നഷ്ടമായത് അവരുടെ കുട്ടികളെയാണ്, കുട്ടികൾക്ക് അവരുടെ കളിക്കൂട്ടുകളും. ഇപ്പം കളിക്കാൻ ആരില്ലാണ്ട് അത്ര കളിക്കലൊന്നുമില്ല. ആദ്യം കുറെ ആളുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് ആളുള്ള അതിനെ കൊണ്ട് കളിക്കാനൊന്നും അത്ര ആളില്ല. കളിക്കാൻ തോന്നുന്നുണ്ട്, ഐറ്റങ്ങൾ വരുന്ന തോന്നുന്നില്ല, കാണലൊന്നുമില്ല. മാറാട്ടെ കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഏറെയാണ്. പഠിച്ച സ്കൂളും കളിസ്ഥലങ്ങളും ഉപേക്ഷിച്ചു പോയവർ ഒരു വശത്ത്, മുതിർന്നവരുടെ പ്രതികാര വാഞ്ചയിൽ മനസ്സിന് കനം കൂട്ടുന്നവർ മറുവശത്ത്. ഇവർ ശാഖകളിലേക്കും മദ്രസകളിലേക്കുമായി ചുരുങ്ങുകയാണ്, കൂടുതൽ അകന്നു പോവുകയാണ്. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമിടയിൽ മാറാട്ടെ കുട്ടികളുടെ മനസ്സിൽ മുതിർന്നവരെ ഏൽപ്പിച്ച മുറിവ് വിസ്മരിക്കപ്പെടുന്നു. അനുപമ, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.